ഹായ്, BA ഓണേഴ്സ് ഹ്യൂമാനിറ്റീസ് സെമസ്റ്റർ 2 വിദ്യാർത്ഥികൾക്കുള്ള AEC 3 ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ നമ്പർ 7 ദ റെവല്യൂഷൻ വിൽ നോട്ട് ബി ടെലിവൈസ്ഡ് ബൈ ഗിൽ സ്കോട്ട് ഹെറൺ. ഈ പാഠത്തിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്താ? വെൽ, ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഐഡന്റിഫൈ ദ നെയിം ഓഫ് ഗിൽ സ്കോട്ട് ഹെറൺസ് ബ്രേക്ക് ത്രൂ ആൽബം. ഗിൽ സ്കോട്ട് ഹെറന്റെ ബ്രേക്ക് ത്രൂ ആൽബത്തിന്റെ, അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമായ ആൽബത്തിന്റെ പേര് ഒന്ന് പറയാമോ എന്നാണ് ചോദ്യം. വെൽ, ഹിയർ ഇസ് ദി ആൻസർ. വിന്റർ ഇൻ അമേരിക്ക, റിലീസ്ഡ് ഇൻ 1974. ഇതാണ് ഉത്തരം. നൗ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ദ റോൾ ഓഫ് പീപ്പിൾ ഇൻ റെവല്യൂഷൻ? വിപ്ലവത്തിൽ ജനങ്ങളുടെ പങ്ക് എന്താണ്? The role of people in a revolution requires active participation. ഒരു വിപ്ലവത്തിൽ ജനങ്ങളുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ വളരെ സജീവമായ പങ്കാളിത്തമാണ്. It demands direct engagement rather than passive consumption of media portrayals. മാധ്യമങ്ങളിൽ വരുന്ന ചിത്രീകരണങ്ങളുടെ നിഷ്ക്രിയ ഉപഭോഗത്തെക്കാൾ ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ അത് ആവശ്യപ്പെടുന്നു. Now, question number 3. Why does the poet believe that the revolution will not be televised? ഈ വിപ്ലവം ടെലിവിഷന് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ലെന്ന് കവി വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. Now, take a look at the answer. The poet says the revolution will not be televised because it is not a show to watch. വിപ്ലവം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ലെന്ന് കവി പറയുന്നു. കാരണം വിപ്ലവം എന്ന് പറയുന്ന സംഗതി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഷോ അല്ല. റാദർ ഇറ്റ് ഈസ് എ മൂവ്മെന്റ് അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് ലെവൽ ദറ്റ് നീഡ്സ് ദ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഓഫ് പീപ്പിൾ. മറിച്ച് ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ള താഴെത്തട്ടിലുള്ള ഒരു പ്രസ്ഥാനമാണ്. Now, question number 4. Explain the use of refrain in the poem. ഈ കവിതയിലെ പല്ലവിയുടെ, അതായത് കവിതയിലുടനീളം ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന വരിയുടെ ഉപയോഗം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. വെൽ, the refrain, the revolution will not be televised, emphasizes the central idea of the poem. ഇപ്പറഞ്ഞ ഈ പല്ലവി ഈ കവിതയുടെ മുഖ്യ ആശയത്തെ ഊന്നിപ്പറയുന്നു. It says that meaningful change happens outside mainstream media narratives and requires personal engagement. മുഖ്യധാരാ മാധ്യമങ്ങളുടെ വിവരണങ്ങൾക്ക് പുറത്ത് അർത്ഥവത്തായ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നും വ്യക്തിപരമായ ഇടപെടൽ അതിന് ആവശ്യമാണെന്നും അത് പറയുന്നു. Now, short answer question number 5. What will happen after the revolution? വിപ്ലവത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. Now, take a look at the answer. Systemic changes will emerge after the revolution. വിപ്ലവത്തിന് ശേഷം വ്യവസ്ഥാപിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. It will empower people and create a brighter, more equitable society. അത് ആളുകളെ കൂടുതൽ ശാക്തീകരിക്കുകയും കൂടുതൽ ശോഭനമായതും കൂടുതൽ നീതിയുക്തവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. ഇതാണ് ഉത്തരം. Well, friends, these are the short answer questions and their answers. Thank you for watching this video. I'll see you soon with another video. Until then, bye-bye.